നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ ക്രൈസ്തവ സഭകൾ നിലപാട് കടുപ്പിച്ചതോടെ താണുകേണ് മാപ്പിരന്ന് തടിയൂരി സജി ചെറിയാനെ തള്ളി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതാക്കളും രംഗത്ത് വന്നതോടെ നിൽക്കക്കള്ളിയില്ലാതെയാണ് സജി ചെറിയാൻ മാപ്പിരന്നത്. വിഷയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എടുത്ത കടുത്ത നിലപാടുകളും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി. അപ്പോഴും തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ലെന്നും വീഞ്ഞും കേക്കും പരാമർശം മാത്രമാണ് പിൻവലിക്കുന്നതെന്നും സജി ചെറിയാൻ പറയുന്നു. എന്തായാലും സജി ചെറിയാന്റെ വാക്കുകൾ യാദൃച്ഛികമാണെന്ന് കരുതാനാകില്ല. കാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലെ CPM-ഉം പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ക്രൈസ്തവ സഭകളും തമ്മിലുള്ള അകൽച്ച ഏറി വരികയാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ CPM, കേരളത്തിനെ ഭരിക്കുന്ന മുന്നണിയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ CPM എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ തുറന്നെഴുതിയിരുന്നു, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകളുടെ 10-1 നിലപാട് കേരളത്തിലെ സാധാരണക്കാരന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ സർക്കാർ എടുക്കാത്തത്, CPM എടുക്കാത്തത്? കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടാത്ത CPM ഹമാസിനെ എത്രത്തോളം പ്രീണിപ്പിക്കാമെന്നതിൽ മത്സരിക്കുകയാണ്. CPM ഒരുക്കുന്ന തന്ത്രത്തിൽ കെണിയിൽ വീഴുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കൂടി. ഇവിടെ വോട്ട് ബാങ്കുകളെ, ചെറിയൊരു ശതമാനം വരുന്ന വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റു ഗുരുതരമായ വിഷയങ്ങളിൽ നിന്ന്, ഗൗരവമായ വിഷയങ്ങളിൽ നിന്ന് ഈ സർക്കാർ വ്യതിചലിക്കുകയാണെന്ന് ദീപിക പത്രം മുഖപ്രസംഗം എഴുതി. സർക്കാരിന്റെ മുഖത്തേറ്റ തിരിച്ചടിയായിരുന്നു അത്. കാരണം കത്തോലിക്ക സഭയുടെ ഒരു മുഖപത്രം, ആ മുഖപത്രം ഒരു മുഖപ്രസംഗം എഴുതുക, അതും ഭരിക്കുന്ന സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട്, കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രശ്നം, കേരളത്തിലെ ദാരിദ്ര്യം, കേരളത്തിലെ തൊഴിലില്ലായ്മ, കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത അവസരം, കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തിലെ ക്രമക്കേടുകൾ, കേരളത്തിലെ പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇതിനെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാർ എവിടെയോ ഉള്ള ഒരു പാലസ്തീനും ഹമാസിനും വേണ്ടി ഘോരഘോരം വാതോരാതെ പ്രസംഗിക്കുന്നു. തെരുവുകൾ തോറും അവർ വലിയ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ കേരളത്തിൽ ആരാണ് കൂടുതൽ ഹമാസിനെ പ്രകീർത്തിക്കുന്നത്, ഹമാസിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് ആര് എന്ന കാര്യത്തിൽ കോൺഗ്രസിനോടും പ്രതിപക്ഷത്തോടും അവർ മത്സരിക്കുന്നു. ഇത് തുറന്നു പറഞ്ഞത് ക്രൈസ്തവ സഭയുടെ മുഖപത്രമാണ്. അത് ചെറിയ ഒരു വിമർശനമായിരുന്നില്ല. അതോടുകൂടി കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി സർക്കാരിന് ചെറുതല്ലാത്ത അകൽച്ചയുണ്ടായി. ഇതിന് പിന്നാലെ നവകേരള സദസ്സിൽ തന്നെ പല വിഷയങ്ങളിലും ക്രൈസ്തവ സഭകൾ അവരുടേതായ നിലപാടുകൾ സ്വീകരിച്ചു. അതിന് പിന്നാലെ ഉണ്ടായ സജി ചെറിയാന്റെ ഈ പരാമർശം കേവലം നാവ് പിഴയാണെന്ന് കരുതാൻ വയ്യ. മറിച്ച് മുഖ്യമന്ത്രിയോട് ഏറെ അടുപ്പമുള്ള ആളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മന്ത്രിയാണ് സജി ചെറിയാൻ എന്നുള്ള ഏവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയുള്ള പ്രസ്താവനയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ബോധപൂർവം കരുതിക്കൂട്ടി ക്രൈസ്തവ വിഭാഗത്തെ, ക്രൈസ്തവ സഭയെ, അതിലെ ബിഷപ്പുമാരെ ഒക്കെ അവഹേളിക്കാൻ നടത്തിയ ഒരു പരാമർശമാണ് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഒടുവിൽ ക്രൈസ്തവ സഭയുടെ പ്രതികരണം, ക്രൈസ്തവ സഭയുടെ പ്രതിഷേധം അത് കടുത്തതോടുകൂടി സഭകളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ സർക്കാരിന്റെ മന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയുള്ള ശ്രമം സജി ചെറിയാൻ നടത്തുന്നത്. ക്രൈസ്തവ സഭയുടെ നിലപാട് വ്യക്തമാണ്. ക്രൈസ്തവ സഭയെ ആര് ക്ഷണിക്കുന്നു, ആരുടെയൊക്കെ ക്ഷണം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. അത് ക്രൈസ്തവ സഭയാണ്, ക്രൈസ്തവ സഭാ നേതൃത്വമാണ്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ താല്പര്യങ്ങളോ അവരുടെ വിഷമതകളോ തിരിച്ചറിയാതെ അതിനെ ഒന്നും തന്നെ ഒരു പരിഗണന നൽകാത്ത ഒരു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. കാരണം ക്രൈസ്തവ സഭ ചോദിക്കുന്നത്, ലോകത്ത് പാലസ്തീനിൽ ഇസ്രായേലിൽ പീഡനം അനുഭവിക്കുന്നത് പാലസ്തീനുകൾ മാത്രമല്ല, മറുഭാഗത്ത് ഇസ്രായേലിലെ ജൂത വിഭാഗമുണ്ട്. അവരും മനുഷ്യരാണ്. അവരും കാലാകാലങ്ങളിലായി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ട് ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ജൂതരുടെ മാനുഷികമായ പ്രശ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല?
അവരെ പതിറ്റാണ്ടുകളായി അവർക്കെതിരെ ഒളിയുദ്ധം നടത്തുന്ന പാലസ്തീനികളുടെ ക്രൂരത എന്തുകൊണ്ട് കാണുന്നില്ല? ഹമാസിന്റെ ക്രൂരത എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പോൾ ഏകപക്ഷീയമായ നിലപാട്, ആ ഏകപക്ഷീയമായ നിലപാട് മനുഷ്യത്വത്തിന്റെ പേരിലല്ല, മറിച്ച് വോട്ട് ബാങ്കിന്റെ പേരിലാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ടുകൾ ഒറ്റക്കെട്ടായി നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക, ഈ ലക്ഷ്യമാണ് ഇടത് വലത് മുന്നണികൾക്ക് ഇടയിലുള്ളത്. അത് തുറന്നു പറയുകയാണ് ക്രൈസ്തവ സഭ ചെയ്തത്. ഇതോടുകൂടി ക്രൈസ്തവ സഭ CPMന്റെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറി. ആ കരടായി മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സജി ചെറിയാൻ എന്ന മന്ത്രി ഒരു കാര്യവുമില്ലാതെ ഒരു പരാമർശം നടത്തിയത്. എന്തിനു വേണ്ടി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് നാളിൽ നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനെ കുറിച്ച് വളരെ മോശം പരാമർശം, കേക്കും വീഞ്ഞുമെന്നടക്കമുള്ള തരം താണ്ടിയുള്ള പരാമർശം ഒരു മന്ത്രി നടത്തിയത്. അതിനെതിരെ പ്രതിഷേധമുയർന്നു, പ്രതിപക്ഷവും പ്രതിഷേധമായി രംഗത്ത് വന്നു. ഭരണമുന്നണിയിലെ തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, ആ പാർട്ടികൾക്കുള്ളിലും വലിയ പ്രതിഷേധമുണ്ട്. കാരണം കേരള കോൺഗ്രസ് അറിയാം, കേരള കോൺഗ്രസ് ഈ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ കൂടി സ്വന്തം അഭിമാനം വിറ്റുതുലച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കോട്ടയത്തെ നവകേരള സദസ്സിൽ ആ പാർട്ടിയുടെ MP ആയ തോമസ് ചാഴിക്കാടനെ വേദിയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അപമാനിച്ച വിഷയം നമുക്കറിയാം. എന്നിട്ടും തിരിച്ചൊരു അക്ഷരം ഉരിയാടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആ പാർട്ടി. അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്കുള്ളിലുള്ള അണികൾക്ക് ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക വിഭാഗത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന്റെ മന്ത്രിക്കോ കേരള കോൺഗ്രസിന്റെ പാർട്ടി നേതൃത്വത്തിനോ ഈ വിഷയത്തിൽ യഥാവിധി പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ വോട്ട് ചോദിച്ച ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ സജി ചെറിയാനെ തള്ളിപ്പറഞ്ഞു. ഇത് പാർട്ടിയുടെ നിലപാടല്ല. സജി ചെറിയാന്റെ നിലപാടിൽ, സജി ചെറിയാന്റെ പ്രസ്താവനയിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പാർട്ടി പരിശോധിച്ച് നടപടിയെടുക്കും. ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. യാക്കോബായ സഭ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. KCBC ചെയർമാനായ ക്ലിമ്മീസ് തിരുമേനി തന്നെ രംഗത്ത് വന്നു. അങ്ങനെ ക്രൈസ്തവ സഭകൾ അവരുടെ പ്രതിഷേധം കടുപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഒരു മഞ്ഞുരുക്കലിന്റെ ഭാഗമായി, ഒരു തന്ത്രത്തിന്റെ ഭാഗമായി സജി ചെറിയാൻ രംഗത്ത് വന്ന് ഒരു വിഷയത്തിൽ നിന്നും ഒന്ന് വലിയാൻ ശ്രമിക്കുന്നത്. എന്നാൽ അപ്പോഴും സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളിൽ മാപ്പ് ചോദിക്കുന്നില്ല, പറഞ്ഞ വാക്കുകൾ പിൻവലിക്കുന്നില്ല. വീഞ്ഞും കേക്കും എന്നുള്ള പ്രയോഗം വേണമെങ്കിൽ പിൻവലിക്കാമെന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവം മറ്റൊന്നാണ്. കാരണം കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി BJP അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി തന്നെ നേരിട്ട് ആ ഒരു അകൽച്ച ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക്, ക്രൈസ്തവ ആരാധനകളിലേക്ക്, ക്രൈസ്തവ പുരോഹിതന്മാരുടെ വീടുകളിലേക്കൊക്കെ BJP നേതാക്കൾ നേരിട്ടെത്തി ക്രിസ്മസ് ആശംസിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തുമ്പോൾ അതിൽ പതിയിരിക്കുന്ന അപകടം തിരിച്ചറിയുകയാണ് CPM. കേരളത്തിൽ ക്രൈസ്തവ വോട്ടിന്റെ പകുതി അല്ലെങ്കിൽ 30% BJPയിലേക്ക് പോയാൽ കേരളത്തിൽ BJPക്ക് അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്ന് CPMന് അറിയാം, കോൺഗ്രസിനറിയാം. ഒരു ഘട്ടത്തിലും ഒരു കാരണവശാലും കേരളത്തിലെ ക്രൈസ്തവർ BJPയോടൊപ്പം ചേരില്ല. കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ട് BJPക്ക് പോകരുത്. കേരളത്തിലെ CPMും കോൺഗ്രസും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് മണിപ്പൂർ വിഷയം വീണ്ടും ക്രൈസ്തവർക്കിടയിൽ ആളിക്കത്തിക്കാനുള്ള ശ്രമം സജി ചെറിയാൻ നടത്തിയത്. അതിനൊപ്പം പുട്ടിനിരിക്കട്ടെ പീരയുമെന്ന കണക്കിനാണ് ബിഷപ്പുമാർക്കെതിരെ ഒരു താങ്ങ് കൂടി സജി ചെറിയാൻ നടത്തിയത്. അതായത് BJPയോട് അടുക്കുന്ന ബിഷപ്പുമാരെ കൂടി ക്രൈസ്തവ സഭ തള്ളിക്കളയണം, അകറ്റി നിർത്തണം എന്നൊരു ദുരുദ്ദേശം കൂടി ആ വാക്കുകൾ പിന്നിലുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ അത് വലിയ അബദ്ധമായി മാറി എന്നുള്ളത് പിന്നീടാണ് സജി ചെറിയാനും പാർട്ടിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വാക്കുകൾ, സജി ചെറിയാന്റെ ഈ പ്രയോഗം കേവലം നാവുപിഴയായി നമുക്ക് വിലയിരുത്താനാകില്ല. ഇത് കരുതിക്കുട്ടി ഈ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വികാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതായത് രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ വലിയ അക്രമങ്ങൾ നടക്കുന്നു, അതിൽ ക്രൈസ്തവ സഭാ നേതൃത്വം പ്രതികരിക്കുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ സഭാ നേതൃത്വം പ്രതികരിക്കുന്നില്ല. ക്രൈസ്തവർക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നത് വീണ്ടും ചർച്ചകളിലേക്ക് വരണം. അതായത് ഒരു കാരണവശാലും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം, കേരളത്തിലെ ക്രിസ്ത്യാനികൾ BJPയോട് അടുക്കുകയോ BJPക്ക് വോട്ട് കുത്തുകയോ ചെയ്യരുത്.
അത് CPM ഭയക്കുന്നുണ്ട്. എങ്ങനെയും BJPയെയും ക്രൈസ്തവ വിഭാഗത്തെയും രണ്ടു തട്ടിൽ തന്നെ നിർത്തണം. ആ ഏത് വർഗീയത പറഞ്ഞാലും ഏത് തരത്തിലുള്ള മതസ്പർദ്ധ പറഞ്ഞാലും BJPയെയും CPMനെയും ഒരിക്കലും അടുപ്പിക്കരുത് എന്നുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ് സജി ചെറിയാന്റെ വാക്കുകൾ. ആ സജി ചെറിയാന്റെ വാക്കുകൾക്ക് പിന്നിലുള്ള വലിയ കുതന്ത്രം അത് നാട് തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ക്രൈസ്തവ ബിഷപ്പുമാരുടെ വലിയ പ്രതിഷേധം അതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. CPMനുള്ളിൽ തന്നെ സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. സജി ചെറിയാന്റെ പ്രസ്ഥാന അസ്ഥാനത്താണെന്ന് ബഹുഭൂരിപക്ഷം CPM നേതാക്കളും ഇതിനകം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഏറെ പേരൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം സജി ചെറിയാൻ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ സജി ചെറിയാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനാണ്. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യങ്ങളും മുഖ്യമന്ത്രിയുടെ വാക്കുകളും മാത്രം പുറത്തു പറയുന്ന ഒരാൾ കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് സജി ചെറിയാൻ്റെത് കേവലം നാവ് പിഴയായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല. അത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ BJP ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം, ആ അടുപ്പത്തെ ഇല്ലാതാക്കുകയും മണിപ്പൂർ വിഷയം വീണ്ടും കേരളത്തിൽ ചർച്ചയാക്കിക്കൊണ്ട് ആ വിഷയത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJPയോട് വലിയ വിരോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ രാഷ്ട്രീയ അജണ്ടയാണ്. അതിന് പിന്നിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യവുമാണ്.